അല്ല, നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് അത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? ആ, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പം ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഞാൻ വിലമതിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പം അതൊന്നും ഈ പൈസയായിട്ടോ അങ്ങനത്തെ ഒന്നും ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ജാക്കി ചാൻ ഇല്ലേ? ജാക്കി ചാൻ. ജാക്കി ചാൻ്റെ ജാക്കി ചാൻ ഇതേപോലത്തെ ഒരു കാര്യം പറയുന്നുണ്ട് മൂപ്പര ആത്മകഥയിൽ. അപ്പോൾ ജാക്കി ചാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, സോഫി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊന്നും ഗേൾ ഫ്രണ്ടിൻ്റെ അർത്ഥമൊന്നും അങ്ങനത്തെ ഒന്നും ശരിക്കും പോലെ ഒന്നും അറിയില്ലായിരുന്നെങ്കിലും ഇതിങ്ങനെ ഈ കുട്ടീൻ്റെ ഓണർ ഇങ്ങനെ സംരക്ഷിച്ച് നടക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു ജാക്കി ചാൻ. അപ്പം ആരെങ്കിലും സോഫീനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഓടി വന്ന് അവരെ ഇടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയായിരുന്നു. ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് സോഫീനെ എന്തോ ചെയ്തു. അതോടെ ജാക്കി ചാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആ കുട്ടീനെ ഇടിച്ചിട്ട് ഇങ്ങനെ മുഖത്തു നിന്നൊക്കെ ചോര വരാൻ തുടങ്ങി. ആ കുട്ടിയാണെങ്കിലോ വലിയ വായിൽ കരയാനും തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ജാക്കി ചാൻ്റെ അച്ഛൻ അതുവഴി വന്നത്. അവർക്കാണ് ദേഷ്യം പിടിച്ചിട്ട് ആ കുട്ടീനെ രക്ഷിച്ചിട്ട് ജാക്കി ചാനെ പിടിച്ച് വലിച്ച് ഇഴച്ച് കൊണ്ടുപോയി വീട്ടിൽ. എന്നിട്ട് ബെൽറ്റൊക്കെ എടുത്തിട്ട് അടിച്ച്. അപ്പോൾ ജാക്കി ചാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഓണർ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, അതിനെന്തിനാ എന്നെ അടിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്ക് മാർഷ്യൽ ആർട്സ് പഠിപ്പിച്ചു തന്നത് വേറെ ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ഗരാജ് ഉണ്ട്, ഷെഡുണ്ട്. ആ ഷെഡിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് പൂട്ടി അച്ഛൻ. ജാക്കി ചാൻ ആണെങ്കിലോ വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ പക്ഷെ ഇനിയിപ്പോൾ വിശപ്പ് ഒന്നും കിട്ടില്ല, എത്ര വിളിച്ചിട്ടും കാര്യമില്ല. അമ്മയാണെങ്കിലൊക്കെ കുറേ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അച്ഛനടുത്ത്, പക്ഷെ അച്ഛൻ ദേഷ്യം പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പോൾ ജാക്കി ചാൻ അറിയാം ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വിചാരിച്ചിട്ട് ആ വിശപ്പ് മറക്കാൻ വേണ്ടിയിട്ട് ജാക്കി ചാൻ ഉറങ്ങി. അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഡീപ്പ് സ്ലീപ്പായിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മുട്ട് കേട്ടത്. അപ്പോൾ നോക്കുമ്പോൾ അമ്മയായിരുന്നു. അമ്മ മെല്ലെ മുട്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തൊരു സാൻഡ്വിച്ച് ഉണ്ട്, അത് പിന്നെ മേലെ ഈ ഡോറിൻ്റെ മേലെ ഒരു ചെറിയൊരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ജാക്കി ചാൻ പറയുന്നുണ്ട്, അതിനേക്കാളും വില പിടിപ്പുള്ള ഒരു സമ്മാനം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന്.